ശ്രീ പൗലോസേട്ടൻ ഈ അരനൂറ്റാണ്ട് കാലത്തിനുള്ളിൽ തൻ്റെ സമപ്രായക്കാരും സമശീർഷരുമായ ഒട്ടേറെ നേതാക്കൾ പൗലോസേട്ടനൊപ്പം പ്രവർത്തിച്ചവർക്കൊക്കെ ഉന്നത പദവികളിൽ എത്താൻ കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം കേരളത്തിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിക്കുന്ന വേളയിലാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപപ്പെടുന്നത്. അന്ന് കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ, കരിമ്പ, കാരാകൃഷി ഉൾപ്പെടുന്ന തച്ചമ്പാറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. നോക്കാതെ ഒരുപോലെ തോളിൽ കൈയിട്ടുകൊണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് എനിക്ക് പല തവണ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇക്കാലത്ത് വിവിധ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുന്നത്, എന്തെങ്കിലും തെറ്റായി സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയാമല്ലേ. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു വാർത്തയോ ഒന്നും തന്നെ ഇതേവരെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മുതിർന്ന നേതാക്കളും എല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസേട്ടൻ്റെ രാഷ്ട്രീയം അദ്ദേഹം 70-75കളിൽ ഈ മണ്ണാർക്കാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും കോൺഗ്രസ് പാർട്ടിയുടെ ജീവനുള്ള ഒരു സംഭാവന നൽകിയ ഒരു വ്യക്തിത്വമാണ്. ആളുകളോട് വളരെയധികം സ്നേഹവും സൗഹൃദവും പുലർത്തിയുള്ളൊരു മനുഷ്യനാണ്. ഏതൊരു സാഹചര്യത്തിലും ആരോടും തർക്കവും വിദ്വേഷവും അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയോടത്തോളം എനിക്കറിയില്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് തൊട്ട് KPCC സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിക്കുകയും പിന്നെ ജില്ലാ കൗൺസിലിൻ്റെ മെമ്പറും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിക്കുകയും അദ്ദേഹം തീരാ നഷ്ടമാണ് പാലക്കാട് ജില്ല സംബന്ധിച്ചിടത്തോളം. ആശുപത്രിയിൽ പോയപ്പോഴേ ഏതാനും മിനിറ്റുകൾക്കകം കാർഡിയാക് അറസ്റ്റ് വന്നു. അദ്ദേഹം നമ്മെ വിട്ടുപോയി. ആ പൗലോസ് കാലങ്ങളായി നാട്ടുമ്പുറത്തുനിന്ന് വന്ന് ഇവിടെ പട്ടണപ്രദേശത്ത് താമസമാക്കി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. രാഷ്ട്രീയ രംഗത്ത് പറയത്തക്ക നേട്ടങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ശരിക്കും മനസ്സിൽ തട്ടി പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നെ. പ്രിയപ്പെട്ട പൗലോസേട്ടൻ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം മുന്നണിക്ക് കൃത്യമായ ഒരു കുറവായി തന്നെ അനുഭവപ്പെട്ടിരുന്നു എന്നതാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. പ്രിയത്തിൽപ്പെട്ട സഹപ്രവർത്തകരാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിയിട്ടുള്ളത്. ഈ ജില്ലയിലെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ PJ എന്നറിയപ്പെടുന്ന പൗലോസേട്ടൻ്റെ വിയോഗം ഈ ജില്ലയിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജില്ലയുടെ മുന്നേറ്റത്തിന് വലിയ വിടവും നഷ്ടവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പൗലോസേട്ടനെ ഓർക്കുന്ന ഈ ഒരു സദസ്സ് തന്നെ വികാരപരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ സംഘടനാ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹവുമായി പലതവണ പല രീതിയിൽ പല ചർച്ചകളിൽ ഏർപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം സുഖമില്ലാതെ വീട്ടിലെ കാലഘട്ടത്തിലൊക്കെ വിളിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറയുകയും അവിടെ ചെന്നിരുന്ന മണിക്കൂർ കണക്കിന് മണ്ണാർക്കാട്ടെ വ്യാപാര മേഖലയെക്കുറിച്ചും മൊത്തത്തിൽ കേരളത്തിലുള്ള വ്യാപാര കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി സംസാരിക്കുകയും അദ്ദേഹത്തിനുണ്ടായ അറിവുകളും അനുഭവങ്ങളും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്.